ലക്ഷദ്വീപിൽ സർവേ നടപടിക്കായി വീണ്ടും ഉദ്യോഗസ്ഥർ എത്തി. MP ഹംദുള്ള സെയ്ദും കവരത്തിയിലെത്തി. MPയുടെ ഇടപെടലിനെ തുടർന്ന് വീണ്ടും ഉദ്യോഗസ്ഥർ മടങ്ങി. രാവിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സർവേ നടത്താനായിരുന്നില്ല. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ലക്ഷദ്വീപിൽ ഇക്കാര്യത്തിൽ നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. നിലവിൽ സ്ഥിതി എങ്ങനെയാണ്? സ്വാതി, ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമിയിൽ സർവേ നടത്താൻ രാവിലെ എത്തിയ ഉദ്യോഗസ്ഥരെ ജനങ്ങൾ തടഞ്ഞിരുന്നു. വലിയ പ്രതിഷേധം രാവിലെ ഉണ്ടായി. ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിട്ടും വീണ്ടും ഭണ്ഡാരഭൂമിയിലെ സർവേ അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാനായി ഉദ്യോഗസ്ഥർ എത്തിയതോടുകൂടിയാണ് കവരത്തിയിലും അതുപോലെ ആന്ത്രോസ് ദ്വീപിലും ജനങ്ങൾ സംഘടിച്ചത്. തുടർന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചുപോയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉദ്യോഗസ്ഥരെത്തുകയും ഈ സമയം കവരത്തിയിൽ ലക്ഷദ്വീപ് MP ഹംദുള്ള സെയ്ദ് സ്ഥലത്തെത്തുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്തിരിയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. MPയുടെ ഇടപെടലിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ തൽക്കാലം മടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം MP സബ് കളക്ടറുമായി സംസാരിച്ചു. അത്തരത്തിലുള്ള നടപടികളിൽ MPയുടെ ഇടപെടലുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജനങ്ങളുടെയും തീരുമാനം. വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടത്തിനൊടുങ്ങിയാണ് ലക്ഷദ്വീപിലെ ആളുകൾ, പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ കൂടുതൽ ആളുകൾ ഈ കേസിൽ കക്ഷി ചേരാനുള്ള തീരുമാനത്തിലുമാണ്. പണ്ടാരം ഭൂമി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം കാലങ്ങളായി ഇവർ താമസിക്കുന്ന ഭൂമിയാണിത്. 3117 വീടുകൾ ഈ ഭണ്ഡാരം ഭൂമിയിലുണ്ട്. അതുപോലെ മതസ്ഥാപനങ്ങളുണ്ട്, മറ്റ് കെട്ടിടങ്ങളുണ്ട്. ഇതൊന്നും വിട്ടുകൊടുത്താൽ തങ്ങൾക്ക് മറ്റ് മാർഗമില്ല എന്നാണ് ലക്ഷദ്വീപുകാർ പറയുന്നത്. ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥർ തൽക്കാലത്തേക്ക് MPയുടെ ഇടപെടലിനെ തുടർന്ന് മടങ്ങിയിട്ടുണ്ട്.